ഹായ്, ഞാൻ ശ്രീറാം. അരയൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ഒരു പുതിയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് നാളെ, അതായത് 2024 ഓഗസ്റ്റ് മാസം 23-ാം തീയതി റിലീസാകാൻ പോകുന്ന കുറച്ച് മൂവീസിനെ പറ്റി പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ആദ്യം മലയാളത്തിൽ തുടങ്ങാം. ആദ്യത്തെ പടം ഫൂട്ടേജ്. ഇതൊരു ത്രില്ലർ മൂവി എന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. മഞ്ജു വാര്യരാണ് പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നത്. ഡയറക്ടർ വന്നിട്ട് സൈജു ശ്രീധരൻ. രണ്ടാമത്തെ പടം കർണിക. ഇതിൻ്റെ ഡയറക്ടർ വന്നിട്ട് അരുൺ വെൺപാലയാണ്. ഇതൊരു മിസ്റ്ററി ത്രില്ലർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ. തമിഴിൽ വന്നിട്ട് 3-4 റിലീസസ് ഉണ്ട്. തമിഴിൽ ആദ്യത്തെ പടം അമീഗോ ആണ്. അമീഗോ ഒരു ഫാൻറ്റസി ഹൊറർ ത്രില്ലർ മൂവിയാണ്. ഇതിൽ അഭിനയിക്കുന്നത് ചാന്ദിനി തമിഴരസൻ, അതുപോലെ തന്നെ അർജുൻ മുതലായവരാണ് അഭിനയിക്കുന്നത്. പിന്നെ ഉള്ളത് കൊട്ടുകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡമന്റ്, അഹങ്കാരം പിടിച്ച ധാർഷ്ട്യമുള്ള ഒരു പെൺകുട്ടി എന്നൊക്കെയാണ് അർത്ഥം. കൊട്ടുകാളിയിലെ സംഭവം നമ്മുടെ അന്നാബെന്നും പിന്നെ നമ്മുടെ സൂര്യ ആണ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത്. അതുപോലെ വരുന്നത് പോകുമിടം വേഗു ദൂരമില്ലേ എന്ന പടം. നമ്മുടെ പസംഗയിലെ വിമൽ പസംഗ, കളവാണി മുതലായ പടങ്ങളിലൊക്കെ അഭിനയിച്ച വിമലാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ നായിക വന്നിട്ട് മേരി റിക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ കുട്ടിയാണ്. പിന്നെ ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അടുത്ത പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാല ഒരു ആക്ഷൻ ഡ്രാമയാണ്. അടുത്തതായിട്ട് ലാസ്റ്റ് ഒരു പടം വന്നിട്ട് പറഞ്ഞാൽ വാഴ എന്ന് പറഞ്ഞൊരു പടമാണ്. മാരി സെൽവരാജ് ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. ഇതൊരു ചിൽഡ്രൻസ് ഡ്രാമയാണ് ഈ മൂവി. തെലുഗുവിൽ വന്നിട്ട് മാരുതി നഗർ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടൊരു ഫാമിലി ഡ്രാമയാണ്. റാവു രമേശ്, ഇന്ദ്രജ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇനിയുള്ള ഹോളിവുഡ് മൂവീസാണ്. ആദ്യത്തേത് ഏലിയൻ റോമുലസ്, സയൻസ് ഫിക്ഷൻ ഹൊറർ ത്രില്ലർ മൂവി എന്നൊക്കെയാണ് പറയുന്നത് ഈ പടം. പിന്നെ അടുത്ത പടം എന്ന് പറഞ്ഞാൽ ബ്ലിങ്ക് ടോയ്സ്. ഇതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ എന്നാണ് ഈ പടത്തെ പറ്റി പറയുന്നത്. അത് ദ ക്രോ. ഈ ക്രോ എന്ന് പറയുമ്പോൾ ഒരു അമേരിക്കൻ ഗോത്തിക് സൂപ്പർ ഹീറോ മൂവി. എന്താണ് ഈ ഗോത്തിക് എന്ന് പറയുമ്പോൾ? ഗോത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറർ, പ്രണയം, മിസ്റ്ററി ഇതെല്ലാം കൂടെയൊക്കെ കലർന്നു വരുന്ന അങ്ങനെ ഒരു മൂവിയാണ് ദ ക്രോ എന്ന് പറഞ്ഞിട്ട്. ഇത്രയും പടങ്ങളാണ് നാളെ റിലീസായിട്ടുള്ളത്. ഓക്കെ, ബൈ.